പതുക്കെ നോക്കി. സ്ലോലി. സൂക്ഷിച്ച്. പതുക്കെ. വേദനിക്കണോ നിനക്ക്? ഞാൻ പോയി എന്തെങ്കിലും പെയിൻ പമ്പ് കൊണ്ടുവരാം. കിടന്നോളൂ. എന്താ മോളെ, എന്താ വല്ലാതിരിക്കുന്നേ? നല്ല സുഖം തോന്നുന്നില്ല മമ്മ. പനിക്കുന്നുണ്ടല്ലോ. സാരമില്ല, മമ്മ മരുന്നെടുത്തു തരാം. മോള് വന്ന് വല്ലതും കഴിക്കേ. വേണ്ട മമ്മ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പോയി കിടന്നോളാം. മമ്മ പൊയ്ക്കോ. പൊയ്ക്കോ മമ്മ. ആനി വിളിച്ചില്ലേ? അവൾക്ക് പനിക്കുന്നുണ്ട്, ക്ഷീണം കൊണ്ടായിരിക്കും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മരുന്ന് നിങ്ങൾ കൊടുത്തോ? കൊടുത്തു. പേടിക്കാനൊന്നുമില്ല. അത് പോരാ, സൂക്ഷിക്കണം. ഏതായാലും നാളെ അവളെ കോളേജിൽ അയക്കണ്ട. ഞാനൊരു ഡോക്ടറാണെന്ന കാര്യം വലിയ ഇടയ്ക്ക് മറന്നു പോകും. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തോളാം കേട്ടോ. ഓ പുറത്തു പോയി വന്നിട്ട് ഡ്രസ് പോലും മാറ്റില്ലല്ലോ. ഇത്രയ്ക്കെന്താ ആലോചിക്കാൻ? ആലോചിക്കാനാണോ വിഷയങ്ങളില്ലാത്തത്? നീ പോയി കിടന്നോളൂ, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഓ, എന്നെ ഒഴിവാക്കാനുള്ള വിദ്യയല്ലേ ഈ ആലോചന? എങ്കിൽ നടക്കട്ടെ. ചെല്ല്. ഏതു നേരം ഈ ആലോചനയും കൊണ്ടിരുന്നാ കഷ്ടത്തിലാവുന്നത് ഞാനായിരിക്കും. അത് മറക്കണ്ട. ഞാൻ പോയേക്കാം. അന്നെ വഴക്കായോ? ചുമ്മാ പറഞ്ഞതല്ലേ. ബില്ലിയോട് വഴക്കിക്കാൻ എനിക്കാവോ? തനിച്ചിരിക്കാനുള്ള മൂഡ് ഞാനായിട്ട് സ്പോയിൽ ചെയ്യുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ അത്രയ്ക്കങ്ങ് പുന്നാരിച്ച് വഷളാക്കണ്ട കേട്ടോ. മമ്മയും എന്റെ കാര്യം നോക്കുന്നില്ല, അങ്കിൾ അതിന് സമ്മതിക്കുന്നില്ല. അനി, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റോ? ഇത്ര നന്നായിരിക്കുന്നു. യു ആർ സോ സ്വീറ്റ് അങ്കിൾ. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഹോളിഡേ അല്ലേ, നമുക്ക് കുറച്ചു നേരം ആ ലേക്ക് വ്യൂവിൽ പോയിരിക്കാം. എന്താണ്?
സോറി വില്ലി, ഞാൻ വരുന്നില്ല. നിങ്ങൾ അങ്കിളും മോളും കൂടെ പോയാ മതി. എങ്കിൽ നമുക്ക് പോവാം അല്ലേ ആനി? ആ കമാ. ബൈ മമ്മ. ബൈ. Nature the source of art. പ്രകൃതിയോടുള്ള പ്രണയം അങ്കിളിന് ഒരിക്കലും തീരില്ലെന്ന് തോന്നണ. അതെ, എന്നും തീരാത്ത പ്രണയം. ഏകാന്തതയോടുള്ള ഈ പ്രണയത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. കലാകാരന്മാരല്ല ഇങ്ങനെയാണോ? എല്ലാവരുടെയും കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു കഥ മെനയാൻ, ഒരു ചിത്രം രചിക്കാൻ എനിക്ക് ഇങ്ങനൊരു ഇടം വേണം. പുതിയ കഥ എന്തെങ്കിലും കിട്ടിയോ? കഥ പുതിയതല്ല, പഴയത് തന്നെ, വളരെ പഴയത്. അതിന് ചോദിക്കാറില്ലേ മുഖമില്ലാത്ത ആ മാലാഹയെ കുറിച്ച്? ആ മാലാഹയ്ക്ക് മുഖമുണ്ട്. രചയിതാവിന്റെ മനസ്സിനെ എന്ന് കീഴ്പ്പെടുത്തി വെച്ച മുഖം. അവളുടെ കണ്ണുകൾ, അവളുടെ ചുണ്ടുകൾ, എല്ലാം ഈശ്വരന്റെ കരവിരുതിന് പര്യായം. ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു അപ്സര കന്യക, മാലാഖ. അതുകൊണ്ടായിരിക്കാം ഒരു അസൂയ കൊണ്ടെന്ന പോലെ ദൈവം അവളെ തിരിച്ചു വിളിച്ചത്. എങ്കിലും അയാൾ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ ഈശ്വരനെ പറ്റിയ കൈപ്പുഴ പോലെ അവൾ ഭൂമിയിലേക്ക് വീണ്ടും വന്നു. റിയലി? ആരാണ് മാലാഖ? നീ തന്നെ. അയാൾ വർഷങ്ങളോളം തേടി നടന്ന ആ കണ്ണുകൾ, ആ ചുണ്ടുകൾ. ഹലോ. ഹലോ ആനി, ഞാൻ ലെസ്ലിയാ. നീ എന്തെങ്കിലും ഒന്ന് പറയേ. എത്ര ദിവസമായി നീ ഇങ്ങനെ? ആനി, എന്തെങ്കിലും ഒന്ന് പറയൂ. ഹലോ ആനി. ഹലോ ആനി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഹലോ ആനി, നീ എന്താ ഒന്നും പറയാത്തത്? ആനി, ആനി, എന്താ നിനക്ക് പറ്റിയത്? പറയേ.